നമസ്കാരം. ഇന്ന് 8ാം ദിവസമായി ഇനിയും അർജുനെ കുറിച്ചിട്ട് ഒരു വിവരവുമില്ല. വണ്ടി പാർക്ക് ചെയ്തിരുന്ന അതേ ഭാഗത്ത് നിന്നും മല നിന്ന ഭാഗത്തോട്ട് ഉള്ളിലോട്ട് നീക്കി GPS കാണിക്കുന്ന ഭാഗത്ത് നിന്നും പരിശോധിച്ചാൽ വാഹനം ഉണ്ടാകും എന്ന് ഉള്ള ധാരണയിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് കണ്ടിട്ട് വരാം. പക്ഷേ മറ്റു വാഹനങ്ങൾ ഈ ഹൈവേ തുറന്നു കൊടുക്കാൻ സാധ്യതയുള്ളൂ. അതിനു മുമ്പ് വേഗത്തിൽ തന്നെ ഇപ്പോഴുള്ള പരിശോധന പൂർത്തിയാക്കുക. നേരത്തെ ലഭിച്ചത് ഈ ലോറിയോട് ചേർന്ന് ഉള്ള ഭാഗം, ആ ഭാഗത്ത് ഏകദേശം ഈ റോഡിൻ്റെ മലയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തെ എതിർവശത്തെ സ്ഥലത്തെ മണ്ണ് മാറ്റി പരിശോധിക്കുക എന്ന ശ്രമകരമായ ദൗത്യം തന്നെയാണ് ഉള്ളത്. അവിടെയും ഇന്ന് പരിശോധന നടത്തും. ഏതെങ്കിലും തരത്തിൽ അവിടെ എവിടെയെങ്കിലും ലോറിയുമായുള്ള സിഗ്നൽ ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന പരിശോധനയായിരിക്കും ഇന്നും നടത്താൻ പോകുന്നത്. ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട്, വെർട്ടിക്കൽ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തിയാൽ ഒരു പക്ഷേ വേഗത്തിൽ തന്നെ രഞ്ജിത്തിനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. പക്ഷേ അതിന് ഈ കർണാടക അധികൃതരോ മറ്റാരും തയ്യാറാവുന്നില്ല എന്ന ഒരു വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുണ്ട്. ഇന്ന് രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ളവരെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചിട്ടില്ല. ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രഞ്ജിത്ത് ഇസ്രായേലും അതോടൊപ്പം തന്നെ 25 സന്നദ്ധ പ്രവർത്തകരെയും അവിടേക്ക് പ്രവേശിക്കാനുള്ള തീരുമാനം സ്ഥലത്തെ MLA അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ എടുത്തിരുന്നു. പക്ഷേ ഈ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായി അവിടേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ജില്ലാ ഭരണകൂടം എടുത്തിരിക്കുന്ന തീരുമാനം. അതോടൊപ്പം തന്നെ കർണാടക സംഘത്തിൽ നിന്നും പിന്തുണ നൽകുന്നില്ലെന്ന ഈ രക്ഷാപ്രവർത്തന പിന്തുണ നൽകുന്നില്ല എന്നൊരു ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് ഇസ്രായേൽ ഉയർത്തുന്നുണ്ട്. ലോറി കരയിൽ തന്നെ ഉണ്ടാകുന്ന ഉറച്ചു വിശ്വസിക്കുന്നുവെന്നാണ് ഇപ്പോഴും രഞ്ജിത്ത് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്ത മണ്ണ് ഏകദേശം 80% മാത്രമേ മണ്ണ് എടുത്ത് മാറ്റിയുള്ളൂ. 20% മണ്ണ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ കരയിലും അതോടൊപ്പം തന്നെ ഈ പുഴയോട് ചേർന്നിരിക്കുന്ന റൈറ്റ് സൈഡിലും വലതുവശത്തെ മണ്ണും നീക്കം ചെയ്ത് കൊണ്ടുള്ള പരിശോധന നടത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ ലോറിയുടെ GPS ലൊക്കേഷൻ അടക്കം ലഭിച്ച കണ്ടെത്തിയ ഭാഗങ്ങളിൽ ആ ഭാഗത്തായിരുന്നു ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു സ്ഥലം ഒരു ചതുപ്പ് പോലെ ഉണ്ടെന്നും ഒരു സൈഡിലെ വീല് തള്ളി ഉള്ളോട്ട് പോയി കാണും എന്നും വിചാരിക്കുന്നു. പിന്നെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രത്തോളം ഈ സൈഡ് മൊത്തം കരിങ്കല്ല് കൊണ്ട് കെട്ടിയതാണ്. ആ കരിങ്കല്ല് മൊത്തം പിന്നെ സൈഡിലേക്ക് തെറിച്ച് മാറിയിട്ടുണ്ട്. ആ മോൻ ഒരു അച്ഛനാണ്. അതുപോലെ അർജുൻ്റെ ഭാര്യയുടെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. വണ്ടിക്ക് അത്രയും വെയിറ്റ് ഉള്ളത് കൊണ്ട് പുഴയിൽ വീഴാനുള്ള ചാൻസ് വന്നിട്ട് വളരെ കുറവാണ്. ആ 40 മീറ്റർ മാറി ലഭിച്ച സിഗ്നലാണ്, ശക്തമായ സിഗ്നൽ ലഭിച്ച ഭാഗത്തുള്ള പരിശോധന. അവിടെ നിന്നും അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോൾ അവിടെ പരിശോധന തന്നെ നടത്തുകയും അതോടൊപ്പം തന്നെ നാവികസേനയും സംയുക്തമായി ഈ കരസേനയും NDRF സംഘങ്ങളും സംയുക്തമായി തന്നെയാണ് പരിശോധന നടത്തുക. സ്ക്യൂബ ടീം അംഗങ്ങൾ ഒരുപക്ഷെ കൂടുതൽ ഇന്ന് എത്താൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ പുഴയുടെ അടിഭാഗത്തേക്ക് എത്തിയ ഈ മൺകൂന ഇടിഞ്ഞ ഭാഗങ്ങളിൽ ഇറങ്ങി പരിശോധന നടത്താൻ കഴിയുമോ എന്ന കാര്യമായിരിക്കും ഒരുപക്ഷെ നാവികസേന ഇന്ന് ആലോചിക്കാനുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് ഒരുപക്ഷെ നാവികസേന ഇന്ന് കടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് ഹൈവേ തുറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രദേശത്ത് ഈ 100ഓളം ലോറികൾ ഇതിനോടകം തന്നെ ആ ഹൈവേയുടെ സമീപത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അതിശക്തമായിട്ട് തന്നെ പാറയും മണ്ണും ഒക്കെ വീണപ്പോഴേക്കും വണ്ടി ചരിഞ്ഞ് വീണിട്ടുണ്ടാകണം. അപ്പോൾ ഫോൺ എവിടെയെങ്കിലും തെറിച്ച് വീണ് കാണും. അതുകൊണ്ടാണ് നിരന്തരം ആ ഫോൺ റിങ് ചെയ്തിട്ടും അർജുന് ആ ഫോൺ എടുക്കാൻ ആയിരിക്കും എന്നുള്ള ധാരണയിലാണ് എല്ലാവരും. എത്ര റിങ് ചെയ്തിട്ടും ഫോണ് അറ്റൻഡ് ചെയ്യാൻ അർജുന് കഴിഞ്ഞില്ല. 19 വയസ്സ് പ്രായം മുതൽക്കുള്ള കഷ്ടപ്പാടിൽ തന്നെ അർജുൻ ഒരുപാട് മനോധൈര്യം വീണ്ടെടുത്തിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഒരു നാട്ടിൻ്റെ മുഴുവനും പ്രാർത്ഥനയും അർജുൻ്റെ കൂടെ ഉണ്ട്. ഒരാപത്തും കൂടാതെ തന്നെ അർജുനെ ഈശ്വരൻ തിരിച്ച് നൽകട്ടെ. ഒരു കുടുംബത്തിൻ്റെ തന്നെ അത്താണിയാണ് അർജുൻ. അർജുൻ്റെ ഭാര്യയുടെ സങ്കടം നിറഞ്ഞ സംസാരം കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ആ പൊന്നുമോനും അവൻ്റെ അച്ഛനെ ജീവനോടെ തിരികെ നൽകണേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. നെഞ്ചുരുകി കേരളക്കര ഒന്നാകെ അർജുനെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണേ എന്ന് പ്രാർത്ഥനയോടെ ഓരോ നിമിഷവും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അർജുന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഇതോടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.